നമസ്കാരം. ഞാൻ കിരൺ എസ് പിള്ളെ, വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം അർബൻ പ്ലാനിങ്ങിനെ പറ്റിയിട്ടാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിലെവിടെയും നമുക്കിന്ന് അർബൻ പ്ലാനിങ് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ തന്നെയാണ്. ഇപ്പോൾ നമ്മളിൽ പലരും യൂറോപ്പിലും മറ്റുമൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നഗരങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇപ്പോൾ കേരളത്തിലെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള ഏരിയകളിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ കോട്ടയ്ക്കകത്തോ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയോ, അല്ലെങ്കിൽ ഇപ്പോൾ നഗരങ്ങളുടെ പഴയ സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള വളരെ പഴയ നഗരങ്ങളിൽ പോവുകയാണെങ്കിൽ അവയ്ക്കൊക്കെ ഒരു ക്യാരക്ടറുണ്ട്. അത് നമ്മളുടെ നഗരങ്ങളിൽ പലപ്പോഴും കാണാറില്ല. അപ്പോൾ അത് നമ്മുടെ പ്ലാനിങ്ങിൻ്റെ പ്രശ്നമാണ്. ഏർബൻ പ്ലാനിങ് എന്ന് പറയും. അപ്പോൾ എന്താണ് നമ്മുടെ അർബൻ പ്ലാനിങ്ങിലെ കുഴപ്പം? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സോൺസ് പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ജർമ്മനിയിലെയോ അല്ലെങ്കിൽ പോളണ്ടിലെയോ അല്ലെങ്കിൽ ഇറ്റലിയിലെയൊക്കെ നഗരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ നമുക്ക് റെസിഡൻഷ്യൽ സോൺ എന്നൊരു സോൺ ഉണ്ടാവും, ഇൻഡസ്ട്രിയൽ സോൺ ഉണ്ടാവും, ഹിസ്റ്റോറിക്കൽ സോൺ ഉണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ അതിന് പ്രത്യേകം ആയിട്ടുള്ള ഏരിയകളുണ്ട്. ഇപ്പോൾ ജയ്പൂരിലെ പിങ്ക് സിറ്റി എടുത്ത് അതൊരു ഹിസ്റ്റോറിക്കൽ സോണായിട്ട് അവരിപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. അവിടെ പഴയ കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ പുതിയ കൺസ്ട്രക്ഷൻസ് അനുവദിക്കാറില്ല. പഴയ കെട്ടിടങ്ങളിൽ തന്നെ ചിലപ്പോൾ ചിലതൊക്കെ കടകളാക്കി മാറ്റിയിട്ടുണ്ടാവാം. അതും കൂടുതലൊരു ഹിസ്റ്റോറിക് ടൂറിസ്റ്റ് ഏരിയകളാണ്. കൂടുതലും കടകളും ഒരു ടൂറിസം രീതിയിലുള്ള കടകളായിരിക്കും. അപ്പോൾ ഹിസ്റ്റോറിക് സോൺസ് വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ എല്ലാ നഗരങ്ങളിലും ചില ഏരിയാസ് ഹിസ്റ്റോറിക്കാണ്. അവ അതിൻ്റെ തനതായ രീതിയിൽ നിലനിർത്തേണ്ടത് നമ്മളുടെ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റിയുടെയും കൂടെ ഭാഗമാണ്. ഇപ്പോൾ നമ്മളുടെ കൊച്ചി എടുത്താലും തിരുവനന്തപുരം എടുത്താലും നമ്മുടെ കോഴിക്കോട് എടുത്താലും, മാത്രമല്ല ഏത് നഗരങ്ങളിലും പഴയ കുറച്ച് ഹിസ്റ്റോറിക് ആയിട്ടുള്ള കെട്ടിടങ്ങളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട്. അതിനനുബന്ധമായിട്ടുള്ള ചുറ്റും ഉള്ള കുറേ സ്ഥലങ്ങളുമുണ്ട്. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രവും അതിന് ചുറ്റുമുള്ള ഏരിയയും അവർ കോട്ടയ്ക്കകം എന്ന് പറഞ്ഞിട്ട് തിരുവിതാംകൂറിൻ്റെ ഒരു പ്രൗഢി എന്ന നിലയിൽ അവരത് ഇപ്പോഴും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അത് പല സ്ഥലങ്ങളിലും അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളോ മറ്റും ഇല്ലാത്തത് കാരണം അത് അധികം കാണുന്നില്ല. രണ്ടാമത്തേത് കെട്ടിടങ്ങളുടെ ഹൈറ്റിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും കെട്ടിടങ്ങൾക്ക് ഇത്ര ഹൈറ്റിന് മുകളിൽ കെട്ടിടം പാടില്ല എന്ന് പറയും. യൂറോപ്പിലൊക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചില സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഹൈ റൈസുകൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ പൊക്കമുള്ള കെട്ടിടങ്ങൾ ചില ഏരിയയിൽ കാണില്ല. കെട്ടിടം കൂടുതൽ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ബിസിനസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് സ്കൈ സ്ക്രേപ്പേഴ്സൊക്കെ ഉണ്ടാക്കാം. അല്ലാതെ ചില ഏരിയയിൽ കെട്ടിടം വലിയ പൊക്കത്തിലുണ്ടാക്കാറില്ല. കാരണം അതിന് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. മൂന്നാമത്തേത് വാക്ക് വേസ് എന്ന് പറയും. അതായത് ആ സ്ഥലങ്ങളിൽ അവർ മോട്ടോർ ബൈക്സ് അല്ലെങ്കിൽ കാറുകൾ അനുവദിക്കില്ല. അവിടെ നടക്കാൻ മാത്രമേ സമ്മതിക്കുകയുള്ളൂ. ചിലപ്പോൾ സൈക്കിളുകൾ അനുവദിക്കും. അപ്പം പ്രത്യേകിച്ച് യൂറോപ്പിൽ ഇത് കൂടുതലാണ്. അപ്പം അവരുടെ ഒരു ഐഡൻറ്റിറ്റി തന്നെ അങ്ങനെയാണ്. ഞങ്ങൾക്ക് നടക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഇന്ന സ്ഥലങ്ങളിൽ വണ്ടികൾ അനുവദിക്കുന്നതല്ല. അത് അവരുടെ ആരോഗ്യത്തിനും മറ്റുമൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. കൾച്ചറൽ ഏരിയാസ് ഉണ്ടാവും, അവിടെയും വണ്ടികൾ അനുവദിക്കില്ല. അപ്പോൾ അവർ അതിനു വേണ്ടിയിട്ട് വളരെയധികം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കാരണം ഇതിൻ്റെയൊക്കെ ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റംസ് നാശമാവും. ഇപ്പോൾ നമുക്ക് ഒരു മഴ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ നഗരങ്ങൾ പലതും പെട്ടെന്ന് വെള്ളം പൊങ്ങുന്നത് കാണാം. അതിനൊരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഭൂമിയുടെ രീതിയിൽ വെള്ളം ഒഴുകിപ്പോകേണ്ട ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ പാടില്ല, അല്ലെങ്കിൽ അവിടെ ഭൂമി നമ്മൾ തൊടാൻ പാടില്ല. അതായത് അധികം പൈലിങ് അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഭൂമിയിലേക്ക് ഊറി ഇറങ്ങുന്ന രീതികളുണ്ട്. അതിൻ്റെ ഒരു നാച്ചുറൽ ഡ്രെയിനേജ് രീതികൾ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെള്ളം പൊങ്ങും. അപ്പോൾ ചതുപ്പ് നിലങ്ങളിൽ നമ്മൾ നികത്തരുത് എന്ന് പറയുന്നൊരു കാര്യം അതാണ്. കാരണം ഡ്രെയിനേജ് സിസ്റ്റംസ് നാശമാവും. പക്ഷെ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് മാംഗ്രൂവ് ഫോറസ്റ്റ് നമ്മളധികം ഡിസ്റ്റർബ് ചെയ്യാറില്ല. കടൽ തീരങ്ങളിലധികം ചില സ്ഥലങ്ങളിൽ കൺസ്ട്രക്ഷനെ അനുവദിക്കാറില്ല. അത് നല്ല രീതിയാണ്. അപ്പോൾ നമ്മുടെ ചതുപ്പ് നിലങ്ങൾ നമ്മൾ നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റംസ് നാശമാകും. പിന്നീട്
നമ്മുടെ പല ജില്ലകളിലും, ഉദാഹരണത്തിന് പല ജില്ലകളിലും ആ, പച്ചപ്പ് സൂക്ഷിക്കുക എന്നുള്ളൊരു സംസ്കാരമുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിലും മറ്റുമൊക്കെ അത് കാണാം. അവിടെ ചിലപ്പോൾ ലാൽബാഗ്, താവരക്കര, അങ്ങനത്തെ സ്ഥലങ്ങളിൽ അവർക്ക് പാർക്കുകളുണ്ട്. അവിടെ പഴയ വൃക്ഷങ്ങൾ കുറേ അവർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. ബൊട്ടാണിക്കൽ ഗാർഡൻസ്, പാർക്ക്, ഗ്രീൻ ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അവർ അതിനെ ഡിസ്റ്റർബേ ചെയ്യില്ല. അത് ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ തന്നെ വെച്ചിട്ട് അവിടെ ഒരു കൺസ്ട്രക്ഷനും പാടില്ല എന്ന രീതിയിൽ ചിലപ്പോൾ പുല്ലൊക്കെ വെച്ചൊന്ന് മെച്ചപ്പെടുത്തും. പക്ഷെ കുറേ പഴയ മരങ്ങൾ അവിടെ ഉണ്ടാവും. വളരെ പ്രായം ചെന്ന മരങ്ങൾ, നൂറുകണക്കിന് വർഷങ്ങൾ പ്രായമുള്ള മരങ്ങൾ ഇങ്ങനെ പല സിറ്റീസിലും അവർ സിറ്റിയുടെ ഒത്ത നടുക്ക് തന്നെ അവരത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. മണ്ണിൻ്റെ ഒരു സ്ഥിതി നന്നാക്കാൻ നല്ലതാണ്. അവിടെ ആ നേച്ചറിൻ്റെ രീതിയിൽ തന്നെ ചില സ്ഥലങ്ങൾ നന്നാക്കാൻ അത് വളരെ ഉപയോഗമുള്ള കാര്യമാണ്. പിന്നെ അതിന് ചുറ്റും തന്നെ പലപ്പോഴും പല ബിസിനസ് ഏരിയാസ് ഒന്നും സമ്മതിക്കില്ല. അപ്പം നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല നഗരങ്ങളിലും നമുക്ക് നോയ്സ് ലെവൽസ് കൂടുതലാണ്. ശബ്ദ മലിനീകരണം, വെളിച്ച മലിനീകരണം. ഉദാഹരണത്തിന് രാത്രിയായാലും വെളിച്ചം കൂടുതലുള്ള സ്ഥലങ്ങളുണ്ട്. കൂടുതലും ഓഫീസുകൾ, ഇൻഡസ്ട്രിയൽ ഏരിയയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ശബ്ദം, വെളിച്ചമൊക്കെ ഉണ്ടാവും. അപ്പം അത്തരം സ്ഥലങ്ങൾ ഒരിക്കലും ഒരു കൾച്ചറലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുടെ അടുത്ത് അങ്ങനെ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പലപ്പോഴും പല നഗരങ്ങളിലും ഈ സോൺസ് തിരിക്കാറുണ്ട്. ഇന്നർ സോണിൽ ഇത്തരം കെട്ടിടങ്ങൾ മാത്രം, ഇന്നർ സോണിൽ ഇത്തരം കെട്ടിടങ്ങൾ മാത്രം. അതാകുമ്പോൾ റെസിഡൻഷ്യൽ ഏരിയയും ഇൻഡസ്ട്രിയൽ ഏരിയയും കമേഴ്ഷ്യൽ ഏരിയയും ഹിസ്റ്റോറിക്കൽ ഏരിയയും കൾച്ചറൽ ഏരിയയും ഗ്രീൻ ഏരിയ, ഇത്തരം കാര്യങ്ങൾ മിക്സ് ആവില്ല. മിക്സ് ആവാത്തതിൻ്റെ പക്ഷത്തിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് സ്കൂളിന് തൊട്ടടുത്ത് ഫാക്ടറി ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കേൾക്കില്ല. അല്ലെങ്കിൽ ആശുപത്രിക്ക് തൊട്ടടുത്ത് ഒരു മാർക്കറ്റ് ഉണ്ടെങ്കിൽ രോഗികൾക്ക് അത് പ്രയാസമായിരിക്കും. കാരണം ശബ്ദ മലിനീകരണം അങ്ങനെ മറ്റും. അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ നമ്മൾ അതിനു വേണ്ടി പ്രത്യേകം നോക്കാറില്ല. നമ്മൾ ഡെവലപ്മെൻറ്റ് ഹാഫ് ഹസാർഡാണ്. റോഡുകൾ, സ്ഥലങ്ങളുമൊക്കെ ഇപ്പം നമ്മുടെ നഗരം വലുതാവുന്നതനുസരിച്ച് എവിടെയൊക്കെ പറമ്പുകളുണ്ടോ അത് അങ്ങനെയും എടുക്കുകയാണ്, കെട്ടിടങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ അത് താലൂക്കുകളുടെയും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും ഒരു റെസ്ട്രിക്ഷനാണ്. അത് നമ്മുടെ തന്നെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിയമം വലുതാക്കണം, അല്ലെങ്കിൽ അതുണ്ടാക്കി കഴിഞ്ഞാൽ അത് എൻഫോഴ്സ് ചെയ്യാനായിട്ടുള്ള രീതികൾ വേണം. അപ്പം ഈ പല പഴയ നഗരങ്ങളിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടീഷ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ ആളുകളാണെങ്കിലും അവരുടെ ഒരു രീതിയിൽ അവർ സോണിങ് തുടക്കം മുതലേ അവരത് വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. നഗരം ഉണ്ടായി തുടങ്ങുമ്പോൾ ലണ്ടൻ, പാരീസ്, ബെർലിൻ, ഇതൊക്കെ നഗരങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് തന്നെ അവരിതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് ആ നഗരങ്ങളുടെ ഒരു രീതി തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഇതുവരെയൊക്കെ വന്നു, നമ്മൾ റെഫറൻസായിട്ട് ഈ ബാക്കി നഗരങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നതിനെ പറ്റി നമുക്ക് വ്യക്തമായ ധാരണകളുണ്ട്. അർബൻ പ്ലാനിങ് നമുക്കറിയാത്ത കാര്യമൊന്നുമല്ല. അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നതിനെ പറ്റി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് ഈ ആശയം അർബൻ പ്ലാനിങ്ങിനെ പറ്റി ഇവിടെ പങ്കുവെക്കണമെന്ന് കരുതി ഞാൻ കിരൺ എസ് പിള്ളെ, വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നും. നന്ദി, നമസ്കാരം.